Hi sir, welcome to Confident Family. Sir ഇന്ന് ഹാൻഡിങ് ഓവർ ഫംഗ്ഷൻ വന്നേക്കല്ലേ കോൺഫിഡൻറ്റ് ജോയിൻ വില്ലയുടെ. സാറിൻ്റെ ഈ നമ്മളുടെ കോൺഫിഡൻറ്റിലേക്ക് വരുന്ന ആ ഒരു ജേർണി ഒന്ന് പറയാമോ? ഹായ്, എൻ്റെ പേര് ജോബി. ഞാൻ KCBയിലാണ് വർക്ക് ചെയ്യുന്നത്, അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ് റിൻസി, 2 പിള്ളേർ. ഞങ്ങൾ ഫ്ലാറ്റ് നമ്പർ 503 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ജേർണി ഞാൻ ബേസിക്കലി കൊച്ചിയിൽ എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് വേണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അതപ്പോൾ ഞാനിവിടെ 4-5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലൊരു അപ്പാർട്ട്മെൻറ്റ് വേണമെന്നുള്ള ഇങ്ങനെ സെർച്ചായിരുന്നു. ഞാൻ കുറച്ച് അങ്ങനെ വന്ന് നോക്കി തപ്പിയാണ് ഞാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നത്. മറ്റ് വേറെയും കുറേ ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്തായിരുന്നു. അങ്ങനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബെഞ്ചോസിനെയാണ് എനിക്ക് കണക്ട് ചെയ്ത് കിട്ടിയത്. ബെഞ്ചോസ് എന്നെ ആദ്യം തന്നെ കുറേ സൈറ്റ്സ് കാണിച്ചു, ഇൻ പ്രോഗ്രസ്സിലുള്ളത്. ഇതപ്പോൾ ഇൻ പ്രോഗ്രസ്സിലായിരുന്നു. വേറെ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുമൊക്കെ കാണിച്ചിരുന്നു. ഇതെനിക്ക് കുറച്ചുകൂടി ലൊക്കേഷൻ വൈസും ഒക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തു. അങ്ങനെയാണ് കോൺഫിഡൻറ്റ് സെലക്ട് ചെയ്തത്. സർ വന്ന് കണ്ടിട്ട് ഹാപ്പിയാണോ, സാറ്റിസ്ഫൈഡ് ആണോ? ഇതുവരെയുള്ള വർക്കിൽ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് സർ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ കാരണം? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഞാൻ കുറച്ച് കാലമായി മാർക്കറ്റിൽ കേൾക്കുന്ന പേരാണ്. എനിക്ക് തോന്നുന്നൊരു 2006 ഓൺവേർഡ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഞാൻ ശ്രദ്ധിച്ച കോൺഫിഡൻസിന് പല വേരിയൻസ് ഓഫ് ബഡ്ജറ്റിലുണ്ടാക്കുന്ന ഫ്ലാറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രീമിയം ഉണ്ട്, എക്സ്ട്രാ ലക്ഷറി ഉണ്ട്. സ്മൈൽ ഹോംസ് എന്ന് പറഞ്ഞ ഈ കാറ്റഗറി വളരെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഫ്ലാറ്റാണെന്ന് തോന്നി. പ്രൈസാണ് എനിക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയത്. പിന്നെ ലൊക്കേഷൻ, ഇത് കാക്കനാട് എന്തായാലും IT ഹബ്ബാണ്, കേരളത്തിൻ്റെ IT ഹബ്ബാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സ്പേസ് എപ്പോഴും നമുക്ക് വർത്തിയായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവിടെ ഒരു ലൊക്കേഷൻ കിട്ടുന്നത് തന്നെയായിരുന്നു എന്നെ ഈ ഫ്ലാറ്റ് ചൂസ് ചെയ്യാൻ പ്രേരിപ്പിച്ച മെയിൻ ഘടകം. ആഫ്റ്റർ സെയിൽസ് സാറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ആദ്യം സാർ ബെഞ്ചോസായിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു? ആഫ്റ്റർ സെയിൽസ് ബെഞ്ചോസിന് ശേഷം എന്തായാലും കോൺഫിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രോംപ്റ്റായിട്ട് മെയിൽ കമ്മ്യൂണിക്കേഷനും ഫോൺ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നു. അത് അടുത്ത ഫേസിൽ വന്നത് ജിസ്സായിരുന്നു. മെയിൻലി ജിസ് പ്രോപ്പറായിട്ട് മെയിൽ അയക്കുമായിരുന്നു, ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ അപ്പം ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ജിസ് നമുക്ക് ഇൻഫർമേഷൻ തരുമായിരുന്നു. പിന്നെ മോഡിഫിക്കേഷൻസ്, ഫ്ലാറ്റിൻ്റെ മോഡിഫിക്കേഷൻസ്, ടൈൽ ചൂസിങ്, ഞാൻ കുറച്ച് എൻ്റെ ഭാഗത്ത് മോഡിഫിക്കേഷൻസ് ജിസ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ നേരിട്ട് ഓഫീസിൽ വന്നിട്ടുണ്ട്. 2 സിറ്റപ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഓവർ മെയിലിൽ തന്നെ പുള്ളിക്കാരി അത് വൃത്തിയായിട്ടൊക്കെ ചെയ്ത് അതിൻ്റെ അപ്രൂവൽസ് എല്ലാം എടുത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഡയഗ്രവും എല്ലാം ഷെയർ ചെയ്തിരുന്നു. അത് വെച്ചാണ് മുന്നോട്ട് പോയത്. പിന്നെ കൂടുതലും എനിക്ക് അടുത്ത് ഇൻട്രാക്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് വിജിത എന്ന് പറഞ്ഞ DGM ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി കൊമേഴ്ഷ്യൽ DGM. പുള്ളിക്കാരിയുമായിട്ടായിരുന്നു പേയ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ. പുള്ളിക്കാരി പേയ്മെൻറ്റ് നമ്മൾ കറക്റ്റ്, ഞാൻ ലോൺ എടുത്താണ് ചെയ്തത്. അതുകൊണ്ട് സ്റ്റേജ് വൈസായിട്ട് ബാങ്കിൽ നിന്ന് റിലീസ് ചെയ്യും. അതിൻ്റെ എല്ലാം പ്രോപ്പറായിട്ട് പുള്ളിക്കാരി അതിനുള്ള റെസിപ്റ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് കോൺഫിഡൻറ്റിൽ നിന്ന് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ പോസിറ്റീവ് തന്നെയായിരുന്നു. സാർ ഇവിടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് 4th ഫ്ലോറുള്ള സമയത്തായിരുന്നു. ഇന്നിപ്പോൾ അത് ഹാൻഡിങ് ഓവർ ലെവലിൽ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ഫംഗ്ഷൻ വരുമ്പോൾ സാറിനും മാഡത്തിനും എന്താ പറയാനുള്ളത്? കമ്പാരിറ്റീവ്ലി വളരെ ഫാസ്റ്റായിട്ട് തന്നെ തീർന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ഹിക്കപ്സ് വന്നത് കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഇടയ്ക്ക് ഉള്ളായിരുന്നു. അല്ലാതെ അതെല്ലാം ക്ലിയറപ്പായി. ഡിസംബർ പറഞ്ഞെങ്കിൽ വലിയ ഡിലേ ഒന്നും ആയില്ല. ഇതിപ്പം മെയ്, അത് ഏപ്രിലിലെ സ്റ്റാറ്റസ് കണ്ട് ഞാൻ ഇടയ്ക്ക് ഫോട്ടോസ് നിങ്ങൾ പീരിയോഡിക്കായിട്ട് കോൺഫിഡൻറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയത്. അതെനിക്ക് വളരെ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് തന്നെയായിരുന്നു. ഇന്ന് ശരിക്കും ഈ ഒരു കണ്ടീഷനിൽ ഫിനിഷ് ആവുമെന്ന് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. കീയൊക്കെ മേടിച്ച് ഫംഗ്ഷനിൽ പങ്കെടുത്ത് ഹാപ്പി ആയിട്ട് പോകും. താങ്ക് യു.